പാഠം 825. ആരെയും ഞെട്ടിക്കുന്ന ഒരു കഥ. മോനേട്ടാ, ഇതെന്തുറ്റി? കാപ്പിയോട് കഴിഞ്ഞിട്ട് പിന്നെ പത്രം വായിക്കുന്നോ? ഇത് പതിവുള്ളതല്ലോ. സമയമുണ്ടല്ലോ. സമയമില്ലല്ലോ, മണി 9 കാപ്പി കുടിച്ചിട്ട് ഞാൻ വേഷം മാറാണ്ട് ചെന്നപ്പോ എന്റെ ഷർട്ടും മുന്നോട്ട് അടുത്തേ ചെരുപ്പില്ല. അപ്പൊ പിന്നെ അത് തേക്കുന്നവരെ പത്രം വായിക്കാൻ കരുതി. നമുക്കൊരു പത്രം കൂടെ വരുത്തിയാലോ മോനേട്ടാ? ഇത് വായിച്ചു തീർന്നു കഴിയുമ്പോ പെട്ടെന്ന് ചെയ്യാൻ വേറൊന്നും ഇല്ലതായി പോവില്ലേ? ഒരു പത്രം കൂടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. ഇത് നോക്കി മോനേട്ടാ. ഭാര്യയുടെ പിറന്നാളിന് ഒരു വിമാനം സമ്മാനമായി നൽകി. അത് കൊള്ളാല്ലേ? എന്തുകൊള്ളാന്ന്? ഈ അളി ചെയ്തതിന് ധൂർത്തത് മാത്രമേ പറയാൻ പറ്റൂ. എന്നാലും ഞാൻ ആ ഭാര്യയുടെ കാര്യം ഓർക്കുന്നേ. പിറന്നാളിന് ഭർത്താവ് എന്ത് സമ്മാനമായിരിക്കും വാങ്ങിത്തരിക എന്ന് ഓർത്തിരിക്കുമ്പോ ഒരു വിമാനം തന്നെ സമ്മാനമായിട്ട് കിട്ടുന്നു. ഏത് ഭാര്യയിൽ ഒന്ന് ഞെട്ടും. അങ്ങനെ ഭാര്യ ഞെട്ടിക്കാനായി അയാൾ ചിലവാക്കിയത് 100 കോടി രൂപയാണ്. ഈ പൈസ അതിനൊക്കെ കൂടെ വേണ്ടിയല്ലേ മോനട്ടാ? മോഹനന്റെ ഇത്തരം കാര്യങ്ങളൊന്നും അനുഭവമില്ലാത്തതുകൊണ്ടാണ് ഇതിന്റെ രസം മനസ്സിലാവാത്തെ. അപ്രതീക്ഷിതമായി ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കുമ്പോ ഭാര്യയ്ക്കുണ്ടാവുന്ന സന്തോഷം എത്രയാന്ന് മോനട്ടന് അറിയാമോ? അറിയില്ല. എങ്ങനെ അറിയാൻ പറ്റും? ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു സമ്മാനം മോനട്ടൻ വാങ്ങി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ എന്റെ സന്തോഷം മോഹനേട്ടൻ കണ്ടെന്നെ. ഞാൻ സന്തോഷിക്കുന്ന കാണുമ്പോ മോഹനേട്ടനും സന്തോഷമാവും. അങ്ങനെ മോഹനേട്ടന് സന്തോഷമാകുമ്പോ പിന്നെയും എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാൻ തോന്നും. അതുകൊണ്ടാണ് ഞാനൊന്നും വാങ്ങി തരാത്തത്. കഷ്ടം തന്നെ. എന്നെങ്കിലും ഒരിക്കലും മോഹനേട്ടൻ വൈകിട്ട് വരുമ്പോ, ഭാമേ ഞാൻ നിനക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കൂ എന്നും പറഞ്ഞ് എന്നെ ഞെട്ടിക്കുന്നൊരു സമ്മാനം തന്നിരുന്നുവെങ്കിൽ എനിക്ക് എന്തുമാത്രം സന്തോഷമായേനെ. അതൊന്നും നടക്കാൻ പോണില്ല. കയ്യിലുള്ള കാശിൽ നിന്ന് 1 രൂപ പോലും ചെലവാക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ മോഹനേട്ടന്റെ ഏറ്റവും വലിയ സന്തോഷം. ഭർത്താവ് ഭാര്യയോട് സ്നേഹം കാണിക്കേണ്ടത് ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടായിരിക്കണം എന്നാണല്ലോ നീ പറഞ്ഞത്. തിരിച്ച് ഭാര്യ ഭർത്താവിനോട് സ്നേഹം കാണിക്കേണ്ടത് എങ്ങനെയാണ്? മറ്റു പെണ്ണുങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ മോനേട്ടാ. പക്ഷെ എന്റെ കാര്യം വ്യക്തമാണല്ലോ. മോഹനേട്ടന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ ചെയ്യാറുള്ളൂ. ഇവിടെ കഴിക്കാൻ അടുക്കള ഉണ്ടാക്കുന്നൊന്നും എന്റെ ഇഷ്ടത്തിനല്ല. മോഹനേട്ടൻ എന്തൊക്കെയാണോ ഇഷ്ടം അത് മാത്രമല്ല ഞാനിവിടെ ഉണ്ടാക്കാം. പിന്നെ മോഹനേട്ടന്റെ ഷർട്ടും മുണ്ടും അലക്കി തേച്ചു തരിക, മോഹനേട്ടന് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. എന്തിനധികം ഒരു പുതിയ കേസ് വരുമ്പോ പോലും ഞാൻ മോഹനേട്ടൻ അഭിപ്രായം ചോദിക്കാറുണ്ടല്ലോ. പക്ഷേ നീ സാധാരണ പെണ്ണുങ്ങളെ പോലെ വീട്ടിൽ മാത്രം ഇരിക്കുന്ന ഒരാളല്ലല്ലോ. നിനക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്. നിനക്ക് ഫീസ് കിട്ടുമ്പോ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് എന്നെ ഒന്ന് ഞെട്ടിപ്പിക്കാൻ നിനക്ക് തോന്നാത്തെന്തുകൊണ്ടാണ്? അതിന് 2 കാരണങ്ങളുണ്ട് മോഹനേട്ടാ. ഒന്നാമത്തേത്, ഞാനൊരു സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടാ പോലും മോഹനേട്ടൻ അതിന് കുറ്റം പറയും. ഇനി രണ്ടാമത്തേത്, അങ്ങനെ സാധനങ്ങൾ വാങ്ങി എന്റെ പൈസ ഇല്ലല്ലോ. എനിക്ക് ഫീസ് കിട്ടുമ്പോ ഞാനത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് മോഹനേട്ടനെ ഏൽപ്പിക്കാറില്ലേ. മുഴുവൻ പൈസ നീ എപ്പോഴും കൊണ്ടുവന്ന് തരാറൊന്നുമില്ല. നിന്റെ ആവശ്യത്തിന് നീ അങ്ങ് ചെലവാക്കും, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുവരും, അത്രയല്ലേ ഉള്ളൂ. എന്റെ എന്താവശ്യത്തിനാണ് ഞാൻ ഇവിടെ ഇഷ്ടം പോലെ ചെലവാക്കിയിട്ടുള്ളത്? അടുക്കള സാധനം വാങ്ങുന്നതാണ് മോഹനേട്ടൻ ഉദ്ദേശിച്ചെങ്കിൽ അത് എനിക്ക് മാത്രമായിട്ട് ഞാൻ ചെലവാക്കുന്നല്ല. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും മോഹനേട്ടനും കഴിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നീ പുതിയ ചുരിദാർ വാങ്ങിയതോ? ചുരിദാർ അതായിരിക്കും ഇപ്പൊ ഇത്ര വലിയ കുഴപ്പമായി പോയത്. മാസത്തെ കുറഞ്ഞത് 20 ദിവസം ജോലിക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ 2-3 മാസം കൂടുമ്പോ ഒരു പുതിയ ചുരിദാർക്ക് വാങ്ങി വരില്ലേ? അപ്പൊ നീ കാശ് ചെലവാക്കാറുണ്ട്, സമ്മതിച്ചല്ലോ. അങ്ങനെ കാശ് ചെലവാക്കുമ്പോ എനിക്ക് എന്തെങ്കിലും വാങ്ങണം എന്ന് നിനക്ക് തോന്നുന്നത് എന്താ? കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനകം എന്നെ ഞെട്ടിച്ചുകൊണ്ടൊരു സാധനം വാങ്ങാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള നീയാണ് എന്നെ കുറ്റം പറയുന്നത്.
ഫോൺ അടിക്കുന്നുണ്ട്, ആദ്യം പോയിട്ട് അതെടുക്ക്. ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. പോയട്ടെ. ഹലോ, അതെ ഉണ്ട്. ആരാണ്? ഭാമേ ഫോൺ, ഭാമേ ഫോൺ. ആ, ആര് പറഞ്ഞിട്ട്? ഏതൊരു താമരാശ്. താമരാക്ഷൻ ചേട്ടനായിരുന്നു. ഹലോ, ആ താമരാക്ഷൻ ചേട്ടാ, സത്യഭാമ തന്നെ, പറഞ്ഞു. എന്തായി? കിട്ടിയാ? എന്റെ ഈശ്വരാ, നന്നായി. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കാത്തിരിക്കായിരുന്നു. അതെ അതെ, താമരാക്ഷൻ ചേട്ടൻ വിചാരിച്ച് നടക്കുന്നുള്ള കാര്യം എനിക്കറിയാലോ. അതുകൊണ്ടല്ലേ താമരാക്ഷൻ ചേട്ടൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ 10 മണിയാകുമ്പോ കോടതി പോവും. തിരിച്ചു വരുമ്പോ ഒരു 3:30 ആവും. അത് കഴിഞ്ഞിട്ട് വന്നാ മതി. ഓ ശരി ശരി. എന്താ കാര്യം? നിന്റെ മോന്താനിട്ട് ലോട്ടറി അടിച്ചോണ്ടല്ലോ. ലോട്ടറി തന്നെയാണ്. എന്തായാലും ഇന്നത്തോടെ മോഹനേട്ടനെ പരാതി തീരും. മോഹനേട്ടൻ ഈ ലോകത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി മോഹനേട്ടന്റെ മനസ്സറിഞ്ഞ് ഞാൻ ചെയ്തിരിക്കല്ലേ. ഇന്ന് വൈകിട്ട് ആഫീസിൽ നിന്ന് വരുമ്പം ഞെട്ടാൻ തയ്യാറായിട്ടാണോ വരാൻ? വലിയ സംഗതിയാണല്ലോ. അരെ ഈ താമരാശൻ. ആരായി താമരാക്ഷൻ? താമരാക്ഷൻ എന്ന് പറഞ്ഞാൽ താമരിതൾ പോലെ കണ്ണുള്ളവൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ. നീ എന്നെ മലയാളം പഠിപ്പിക്കണ്ട. ചോദിച്ചൊരു സമാനം പറ. ആരായി താമരാക്ഷൻ? താമരാക്ഷൻ എന്നാൽ ഒരാളാണെന്ന് മനസ്സിലായി. അയാൾ എന്ത് കിട്ടിയെന്നാണ് പറഞ്ഞത്. എന്താണ് അയാൾ കൊണ്ടുവരുന്നത്? ഇങ്ങനെ അങ്ങ് ആകാംക്ഷ കാണിക്കാതെ. മോഹനേട്ടന് ആഫീസിൽ പോയിട്ട് വരുമ്പോ നേരിട്ടത് കാണാലോ. കണ്ടറിയേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു തന്നെ അറിയണം, അല്ലാതെ കേട്ടറിഞ്ഞ അതിൽ എന്ത് രസമുള്ളത്? ഇതൊരു വീടാണ്. വീട്ടിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ള ആൾ കൂടി അറിഞ്ഞിരിക്കുന്നതല്ലേ നല്ലത്? അപ്പൊ പിന്നെ മറ്റേ ആളെ നമുക്ക് ഞെട്ടിക്കാൻ പറ്റുമോ മോനേട്ടാ? മോഹനേട്ടന് വേണ്ടി മാത്രം ഞാനൊരു കാര്യം ചെയ്യുമ്പോ അതിലൊരു സസ്പെൻസ് ഒക്കെ വേണ്ടേ? ഇല്ലേ പിന്നെ എന്താ അതിലൊരു രസം? എന്തോ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. എന്നെ ഞെട്ടിപ്പിക്കാൻ മാത്രം താമരാക്ഷൻ എന്താ കൊണ്ടുവരുന്നത്? ഇന്ന് ഈ ഷർട്ട് വെച്ച് ശരിയായില്ലല്ലോ. ഈ ഒരു വരെ മതിയായിരുന്നു. കുറച്ചുകൂടെ നന്നായി തേക്കണം. എന്റെ വായിലിരിക്കുന്ന വല്ലതും കേൾക്കാൻ നിൽക്കാതെ വേഗം പോകാൻ നോക്കി. എത്രയൊക്കെ ചെയ്തു തന്നാലും കുറ്റമാണ്. ആ മോനട്ടാ, ഇന്നലെ വക്കീലാഫീസിൽ ഒരാൾ വന്നിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് തുണി വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വീടുകൾ കയറി വിൽക്കുന്നയാളാ. കുറെ തുണി ഉണ്ടായിരുന്നു, നല്ല 1-ാം തരം തുണികള്. നല്ല 1-ാം തരം ഷർട്ട് പീസ് ഉണ്ടായിരുന്നു മോനട്ടാ. അതുകൊണ്ട് മോഹനേട്ടൻ ഷർട്ട് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അത് വാങ്ങിയാലോ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴേക്കും സത്യവാലും പ്രകാശനും കൂടി ഉണ്ടായിരുന്ന 4 പീസ് എടുത്തോണ്ട് പോയി. കൊള്ളാം, ഇത് ഞാൻ വിശ്വസിച്ചു തന്നെ. ഷർട്ടിന് തുണി വാങ്ങാൻ നിനക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നീ ആദ്യമേ തന്നെ അത് വാങ്ങുമായിരുന്നു. നിനക്കതിൽ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് നീ വാങ്ങിയില്ല. എന്നിട്ട് ഇവിടെ വന്ന് എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു കള്ള കഥ ഉണ്ടാക്കി പറയുന്നു. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അയാൾ അടുത്ത ആഴ്ച വരും എന്ന് പറഞ്ഞാ പോയിരിക്കുന്നത്. അന്ന് 5 ഷർട്ടിനുള്ള തുണി വാങ്ങിച്ചോണ്ട് വന്ന് മോഹനേട്ടനെ ഞെട്ടിച്ചു തന്നെ ബാക്കി കാര്യം. അത്രേ ഉള്ള എന്നെ വട്ടക്കറിയത്. കഴിഞ്ഞ 10-15 കൊല്ലമായി ഞാൻ ധരിക്കുന്നത് ഇതുപോലുള്ള ഷർട്ടും മുണ്ടുമാണെന്ന് നിനക്കറിയാമല്ലോ. 10-15 കൊല്ലമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ മോനട്ടാ. കല്യാണം കഴിഞ്ഞപ്പോ മുതലുള്ള കാര്യങ്ങൾ എനിക്കറിയാം. എന്നിട്ടാണോ ഇതുപോലത്തെ ഷർട്ടും മുണ്ടും വാങ്ങി നീ എന്നെ അങ്ങ് ഞെട്ടിക്കാം എന്ന് കരുതിയത്? ഷർട്ടും മുണ്ടും വാങ്ങിച്ച? അതെ, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വിശേഷപ്പെട്ട ഒരു തുണിയാണ് നീ എനിക്ക് വേണ്ടി വാങ്ങാൻ പോകുന്നത് എന്ന് മോഹനേഷ് സാറിന് മനസ്സിലായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നീ ആ തുണിയെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു,
ഉടനെ പറയാറില്ല വേണ്ടത്, അങ്ങോട്ട് വരണമായിരുന്നു എന്ന്. ഇപ്പോ ആ തുണി കൊണ്ടുവരുന്ന താമരാക്ഷൻ നിന്നെ വിളിച്ചു, അതല്ലേ സത്യം? എങ്ങനെ മനസ്സിലായി? മോഹനകൃഷ്ണന്റെ ഓർമ്മശക്തിയെ പറ്റി നിനക്കറിയാമല്ലോ. ഒരു കാര്യം എത്ര കാലം വേണമെങ്കിലും ഞാൻ ഓർത്തിരിക്കും. ഓർക്കേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ഓർക്കാനുള്ള എന്റെ കഴിവിനെ പറ്റി തഹസിൽദാർ വരെ എന്തുമാത്രം പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ നിനക്ക്? അപ്പൊ തഹസിൽദാർക്കും വലിയ വിവരമൊന്നുമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഫോണിൽ സംസാരിച്ച ഷർട്ടിനെ മുണ്ടിനെ പറ്റിയല്ല. അങ്ങനെ ഒരു സംഭവം ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടുകൊണ്ടിരുന്ന അയാളുടെ പേര് പോലും എനിക്ക് അറിഞ്ഞൂടാ. മോഹനേട്ട ഭയങ്കര ബുദ്ധിമാനല്ലേ? അപ്പൊ പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞിരേണ്ട കാര്യമുണ്ടോ? മോഹനേട്ടാ, ഒന്നെങ്കിൽ മോഹനേട്ട സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഒന്ന് ക്ഷമിക്ക്. ആ 2 വഴികളെ മോഹനേട്ടന് മുന്നിലുള്ളൂ. മോഹനേട്ടനെ ഞെട്ടിക്കാനായിട്ട് ഞാനൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ട് ഞാൻ തന്നെ അതിന് സസ്പെൻസ് വിളിക്കുന്നത് ശരിയാണോ? ഉത്തമനാണല്ലോ. ദേ വേഗം ഷർട്ട് മുണ്ട് മാറി വാ, 9:15 കഴിഞ്ഞു, ആഫീസിൽ പോണ്ടേ? പിന്നതെന്തായിരിക്കും? കൈ അനാഥായി പോയി. നമസ്കാരം വക്കീലേ. ആ കിഴക്കയിലെ ഓമനക്കുട്ടൻ ഫീസ് തന്നു വിട്ടിട്ടുണ്ട്. ഇത് മുഴുവൻ ഉണ്ടല്ലോ അല്ലേ? പിന്നല്ലാതെ ഉത്തമൻ ഒരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഫീസ് കൃത്യമായിട്ട് വരുമെന്ന് വക്കീലിന് അറിയാലോ. അയ്യോ, ഉറപ്പില്ലാത്ത കേസുകൾ ഞാൻ പിടിച്ചു തരൂലല്ലോ. അങ്ങനെ വലിയ വിശേഷം പറയല്ലേ ഉത്തമ. സെബാസ്റ്റിന്റെ കേസ് വിധിയായിട്ടേ മാസം 4 കഴിഞ്ഞു. ഇതുവരെ ആ ഫീസ് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാനിപ്പോ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ സെബാസ്റ്റിന് എടുക്കൂല്ല. അല്ല, അതിപ്പോ സെബാസ്റ്റ്യന്റെ കാര്യത്തില് എനിക്കൊരു തെറ്റ് പറ്റി എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷെ വേറെ കേസിനൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഇനിയിപ്പോ ഓമനക്കുട്ടന്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പൈസ എണ്ണില്ലായിരുന്നു വക്കീലുണ്ട്. 1 2 3 4 5 6 7 8 9 10. 10 ഉണ്ട്. ഉത്തമനായതുകൊണ്ട് ഈ പൈസക്ക് ഞാൻ സമ്മതിച്ചത്. ഇല്ലെങ്കിൽ കുറഞ്ഞത് 20,000 രൂപയെങ്കിലും ഫീസ് കിട്ടുന്ന കേസാ. കേസ് ഇനിയും വരുമല്ലോ വക്കീലേ. എന്റെ കയ്യിൽ കിട്ടുന്ന കേസല്ല ഞാൻ വക്കീലിനല്ലേ പിടിച്ചു തരുന്നത്. അയ്യോ നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. കിഴക്കിടത്തെ ഓമനക്കുട്ടന്റെ ഫീസ് വക്കീൽ വാദിച്ച കേസിന്റെ അത് കൊണ്ടുവന്നതാ. സാർ ആഫീസിൽ പോയി ഇറങ്ങുമായിരിക്കും അല്ലേ? ഉത്തമ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് ഉത്തമൻ അറിയാമോ? അയ്യോ, ഇന്ന് വൈകിട്ട് മോഹനേട്ടൻ ഒരു ഭയങ്കര ഞെട്ടാൻ പോവാ. ഞെട്ടാനാ? എന്തിന്? ഇവള് വെറുതെ പറയുന്നതാ. ഇവള് ഞെട്ടാൻ പറയുമ്പോ ഞെട്ടാ ഞാനത് മന്ത്രിയാ. ഉത്തമ, രാവിലെ ഞാനും മോഹനേട്ടൻ തമ്മിലൊരു തർക്കം ഉണ്ടായി. ഭാര്യമാർക്ക് ഞെട്ടിപ്പിക്കുന്ന സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താക്കന്മാരെ പറ്റി ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ പറയുകയാണ്, നിനക്ക് ഒരുപാട് കേസും ഫീസും ഒക്കെ ഉള്ളതല്ലേ, നീ എനിക്കൊരു സമ്മാനം വാങ്ങി തരാറില്ലല്ലോ എന്ന്. പറഞ്ഞ് തീരുന്ന പാടെ ഒരു ഫോൺ വന്നു. മോഹനേട്ടൻ ഞെട്ടാൻ പോകുന്ന ഒരു സമ്മാനവുമായിട്ട് ഒരാൾ വരുന്നു. അത് കൊറേ നേരമായി അവൾ മോഹനേട്ടൻ ഞെട്ടും എന്ന് പറഞ്ഞു നടക്കുക. മോഹനേട്ടൻ സാർ അങ്ങനെയൊന്നും ഞെട്ടുന്ന ആളല്ല എന്ന് ഉത്തമൻ അറിയാമോ? എനിക്കറിയാം. അതുപോട്ട് വക്കീല് സാറിന് വേണ്ടി എന്താണ് വാങ്ങിയത്? അത് അയക്കാടാ, അതിപ്പോ പറയാൻ പറ്റില്ല. വൈകിട്ട് മോഹനേട്ടൻ ഓഫീസിൽ നിന്ന് വരട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞോളാം. ഏതൊരു താമരാക്ഷനാ ഫോൺ വിളിച്ച്? അങ്ങനെ താമരാക്ഷൻ എന്ന പേരുള്ള ആരെങ്കിലും അറിയാമോ? താമരാക്ഷൻ എനിക്കാകെ അറിയാന്നുള്ളത് ചാരാൻ പറ്റുന്ന താമരാക്ഷൻ. അവൻ കൊണ്ടുവരുന്ന സാധനം കണ്ട് സാർ എന്തായാലും ഞെട്ടൂലല്ലോ. ഇനിയിപ്പോ അവന്റെ കയ്യിൽ നിന്ന് വാറ്റുചാരായം വാങ്ങിച്ചു കുടിച്ചിട്ട് അങ്ങനെ സാറിനെ ഞെട്ടിക്കാനായിരിക്കോ വക്കീലിന്റെ പരിപാടി? ശരി, അതൊന്നും ആയിരിക്കില്ല. പിന്നെ ഇപ്പൊ എങ്ങനെയാണ് വക്കീൽ സാറിനെ ഞെട്ടിക്കുന്നത്? സാറിന് ഒരു ഐഡിയ കിട്ടുന്നില്ലേ? ഇല്ല, അതുകൊണ്ടാണ് ഉത്തമനോട് ചോദിച്ചത്. ഞാൻ വിചാരിച്ച ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂല സാറേ. കാരണം ഭർത്താവിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു സമ്മാനം ഭാര്യ വാങ്ങി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യമായ ചില ഇഷ്ടാനിഷ്ടങ്ങളുടെ ഭാഗമായിട്ടായിരിക്കുമല്ലോ. വർഷങ്ങളായി സാറിന്റെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ വക്കീലിന് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാമോ? ഇക്കാര്യത്തിൽ ഒന്നിനും സാറ് തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കണം.
അല്ലെങ്കിൽ വൈകുന്നേരം വരെ ക്ഷമിക്കണം. എന്തായാലും സമ്മാനം കിട്ടി കഴിയുമ്പോ എന്നെ കൂടെ ഒന്ന് അറിയിക്കണേ സാറേ. വേറെതും കൊണ്ടല്ല, വക്കീല് തരാൻ പോകുന്ന സമ്മാനമാവുമ്പോ അതൊരു 1.5 സമ്മാനമായിരിക്കുമല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. ഓ ഇനിയിപ്പോ അത് എങ്ങനെ കണ്ടുപിടിക്കും? മോനേട്ടാ, എനിക്കിന്ന് 10 മണിക്ക് മുന്നേ ഇറങ്ങണം. സദാനന്ദ സാറിന്റെ വീട്ടിൽ പോയിട്ട് എനിക്കിന്ന് കോടതി പോകാൻ പറ്റൂ. സാറൊന്നും വരുന്നില്ലെന്നാ പറഞ്ഞത്. അത് ഞാൻ തോന്നാം. മോനേട്ട പിണങ്ങിയിരിക്കണോ? എന്താ വാങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സസ്പെൻസ് പോവും. അതുകൊണ്ടല്ലേ ഞാൻ പറയാതിരിക്കുന്നത്. ഞാൻ ചോദിച്ചില്ലല്ലോ, എനിക്ക് ഒരു താല്പര്യമില്ല. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ മോഹനേട്ടനെ പിണങ്ങിയിരിക്കുന്ന ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണേ. മോഹനേട്ടന് ഇഷ്ടമുള്ള ഒരു സംഭവം വാങ്ങാൻ തീരുമാനിച്ചതിന് ഇങ്ങനെ മുഖം വേർപ്പിച്ചിരിക്കുന്നത് ശരിയല്ല. ഇറങ്ങുന്നു. എന്താ വാങ്ങാൻ പോകുന്നത് നീ പറയുന്നില്ലയോ? എന്താ വാങ്ങാൻ പോകുന്നത് നീ പറയുന്നില്ലയോ? പറയൂല. വൈകുന്നേരം ഒട്ടും താമസിക്കാതെ ഓടി ഇങ്ങ പോരെ. അപ്പൊ നമുക്ക് കാണാം. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഞെട്ടാൻ തയ്യാറായിട്ട് വേണം വരാൻ. ഇറങ്ങുന്നു. സത്യം പറയാലോ പ്രഫേ, എന്റെ അമ്മായി അമ്മയ്ക്ക് വിഷം കൊടുത്ത് കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. അത്രയ്ക്ക് ഭയങ്കര ഉപദ്രവം അവർ ചെയ്യുന്നത്. എന്ത് പറ്റി കാഞ്ചന സാറേ? വീട്ടിലെ ഒരു ജോലിയും അവര് ചെയ്യില്ല. സകല കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. ചെയ്യുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷേ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാൻ വരുമെന്നേ. അമ്മായി അമ്മമാരാകുമ്പോ അങ്ങനെയാ കാഞ്ചന സാറേ. ഇതൊന്നും നമ്മൾ കണ്ടില്ല, അന്ന് അടിച്ചേക്കണം ഇല്ലേ? എങ്ങനെയാ ശിശുപാലൻ ചേട്ടാ? ഞാൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ സകല ജോലിയും തീർത്ത് പ്രഹ്ലാദൻ ചേട്ടനെ ആഫീസിലും വിട്ട് മോനെ സ്കൂളിൽ വിട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഒരു കൈ സഹായിക്കാത്ത അമ്മായിയമ്മ കഴിഞ്ഞ ആഴ്ച പോയി ഒരു പശുവിനെ കൂടി വാങ്ങിക്കൊണ്ടുവന്നു. നമസ്കാരം സാർ. നമസ്കാരം. കാഞ്ചനയുടെ വീട്ടിൽ പശുവിനെ വാങ്ങിയാലും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒരാഴ്ചയായി സാർ. നല്ലതല്ലേ, ഒരു പശു വീട്ടിലുള്ളത് ഐശ്വര്യല്ലേ? ആർക്ക്? ഇത്രയും ദിവസം എന്റെ അമ്മായിയമ്മയുടെയും പ്രഹ്ലാദൻ ചേട്ടന്റെയും മോന്റെയും കാര്യം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പതേ ആ പശുവിന്റെയും കൂടെ കാര്യം നോക്കേണ്ട അവസ്ഥയായി. പശുവിന്റെ കാര്യം അമ്മായിയമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞാ വാങ്ങിയത്. ആദ്യത്തെ 2 ദിവസം നോക്കുകയും ചെയ്തു. പിന്നെ അമ്മായിയമ്മ അതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു മിണ്ടാപ്രാണിയല്ലേ സാർ, എനിക്കതിന്റെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റുമോ? ഞാനാണേലും ആകെ നക്ഷത്രം എണ്ണുകയാ. എന്നാ പിന്നെ ആ പശുവിനെ അങ്ങ് വിറ്റൂടെ കാഞ്ചന സാറേ? വിൽക്കാൻ ഒരു തരത്തില് അമ്മായിയമ്മ സമ്മതിക്കുന്നില്ല. പക്ഷെ അതിനെയും കൂടി നോക്കാൻ എനിക്ക് വയ്യ സാർ. അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ നമ്മുടെ താമരക്ഷൻ ചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു. താമരാക്ഷൻ പുള്ളിക്കാരന് പശു കച്ചവടമൊക്കെ ഉണ്ടല്ലോ. ന്യായമായ വില കിട്ടിയാൽ പശുവിനെ ആർക്ക് വേണേലും കൊടുത്തോളാൻ ഞാൻ താമരക്ഷൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അമ്മായിയമ്മ ഉറങ്ങുന്ന സമയത്ത് വന്ന് അഴിച്ചോണ്ട് പോവാനാ ഞാൻ പറഞ്ഞേക്കുന്നേ. ഉച്ചയൂണ് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ അമ്മായിയമ്മ ഉറങ്ങും. അയ്യോ, അമ്മായിയമ്മ അറിയാതെ പശുവിനെ പറ്റ പ്രശ്നമാവില്ലേ കാഞ്ചന സാറേ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. പരാതി ഉണ്ടെങ്കിൽ അമ്മായിയമ്മ കൊണ്ടുപോയി കേസ് കൊടുക്കട്ടെ. അല്ല പിന്നെ
നിന്റെ മോന്താനായിട്ട് ലോട്ടറി അടിച്ചു പോലുണ്ടല്ലോ. ലോട്ടറി തന്നെയാണ്. എന്തായാലും ഇന്നത്തോടെ മോഹനേട്ടന് പരാതി തീരും. എന്ത് പരാതി? മോഹനേട്ടൻ ഈ ലോകത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി മോഹനേട്ടന്റെ മനസ്സറിഞ്ഞ് ഞാൻ ചെയ്തിരിക്കല്ലേ. ഇന്ന് വൈകിട്ട് ആഫീസിൽ നിന്ന് വരുമ്പം ഞെട്ടാൻ തയ്യാറായിട്ടാണ് വരാൻ. എന്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു തരും. അതെന്താണെന്ന് ഭാമ പറഞ്ഞതുമില്ല. എന്റെ മോഹനേട്ടാ, ആ സരസപ്പഞ്ചാട്ടിന്റെ അടുത്ത് പാല് വാങ്ങുന്നത് ഭയങ്കര നഷ്ടമാണേ. ഇതിൽ പകുതിയും വെള്ളം കണ്ടോ. എന്തേലും പറഞ്ഞാലോ അങ്ങനെ കൊണ്ട് നാണമില്ല. ഭാമേ, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടായി വരുന്നു. നമുക്ക് ഒരു പശു ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രയാസമേ ഉണ്ടാവില്ലായിരുന്നു. പശു ധാരാളം പാല് തരും. ബാക്കി വരുന്ന പാല് വിറ്റാൽ പശുവിന് തീറ്റ വാങ്ങാം. പശുവിന്റെ ചാണകം നല്ല ഒന്നാം തരം വളമാണ്. അതുകൊണ്ട് നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് അങ്ങ് വളരും. മുറ്റത്ത് പശുവിന് വിട്ട് തീറ്റിച്ചാൽ പുല്ല് എന്ന ശല്യവും പുല്ലേ പോവും. ഈ പശുവിനെ വാങ്ങിയാൽ മാത്രം മതിയോ? അതിനെ വളർത്തണ്ടേ? അതെ, ആ വില്ലേജ് പണി രാജിവെച്ച് ഇവിടെ ഇരിക്കാമെങ്കിൽ പശുവിനെ ഞാൻ വാങ്ങിത്തരാം. മോഹനേട്ടോ, പറയാനെല്ലാം വളരെ എളുപ്പമാ. മോഹനേട്ടൻ പറയുന്ന കാര്യങ്ങളിലെ പകുതി മാത്രം നടത്താൻ പറ്റുള്ളത് മാത്രം. അയ്യടാ, പശുവിനെ വാങ്ങാത്രേ എന്ത് എളുപ്പമായി പോയി. നീ അങ്ങനെയൊന്നും പറയണ്ട. ഇപ്പോഴത്തെ ഒരു അസൗകര്യം കൊണ്ട് ചിലപ്പോ ഞാൻ വാങ്ങുന്നില്ലായിരിക്കാം. പക്ഷേ ഒരു പശുവിനെ വാങ്ങുക എന്ന് പറയുന്നത് മോഹനേഷന്റെ വലിയൊരു സ്വപ്നം തന്നെയാണ്. എന്നെ കുറച്ച് പൈസ കിട്ടട്ടെ. ഞാനൊരു പശുവിനെ വാങ്ങി മോഹനേട്ടന്റെ മുന്നിൽ കൊണ്ടത് നിർത്തി തരും. അന്ന് മോഹനേട്ടന് ഒരു ഞെട്ടലുണ്ട്. നോക്കൂ. കാഞ്ചന ഇന്നലെ രാത്രി താമരാക്ഷനെ വിളിച്ചു. താമരാക്ഷൻ ഇന്നലെ ഭാമയെ വിളിച്ചു. പശു ഭാമ അങ്ങനെ ചെയ്യില്ല. നമസ്കാരം സാറേ. നമസ്കാരം. സാർ ആഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. വാസുകൂട്ടൻ, ഇവിടെ വരൂ. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ് എന്ന കാര്യം വാസുകൂട്ടൻ അറിയാമോ? അറിയാം. എല്ലാ ദിവസവും കൃത്യമായി ഓഫീസിൽ പോവുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറാണ് കെ മോഹനേഷ് സാറെന്ന് വാസുകൂട്ടൻ അറിയാമോ? അതൊക്കെ ആൾക്കാർക്ക് മുഴുവൻ അറിയുന്ന കാര്യമല്ലേ സാറേ. നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസിന്റെ പ്രവൃത്തി സമയം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണെന്ന് വാസുകൂട്ടൻ അറിയാമോ? അറിയാം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ചുരുക്കി പറഞ്ഞാൽ കൃത്യനിഷ്ഠക്കാരനും തൊഴിലിനോട് ആത്മാർത്ഥമുള്ളവനുമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 10 മണി മുതൽ 5 മണി വരെ കെ മോഹനേഷ് സാർ ഓഫീസിൽ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പൊ സമയത്തിനായി 5:10 കഴിഞ്ഞു. അതായത് 5 മണിക്ക് ഓഫീസിൽ നിന്നിറങ്ങി ഞാൻ നടന്നു വരികയായിരുന്നു എന്ന് ഏത് മന്ദബുദ്ധിക്കും കണ്ടാൽ മനസ്സിലാകും. ശരിയല്ലേ? അതെ. പിന്നെന്തിനാണ് വാസുകൂട്ടൻ ഒരു ആവശ്യവുമില്ലാതെ ഓഫീസിൽ വരികയാണോ എന്ന് ചോദിക്കേണ്ട കാര്യം? അതാണോ പ്രശ്നം? ഞാൻ വെറുതെ ഒരു കുശലം ചോദിച്ചല്ലേ സാറേ. അങ്ങനെ വാസുകൂട്ടന് വെറുതെ കുശലം ചോദിക്കാനുള്ള ആളല്ല കെ മോഹനേഷ് സാറ്. മേലിൽ ഇമാതിരി ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? സാറേ, ആ പശുവിന് എത്ര കൊടുത്തു സാറേ? ഏത് പശുവിന്? പശുക്കച്ചവടം നടത്തുന്ന താമരാക്ഷൻ ഒരു പശുവായിട്ട് സാറിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ. എപ്പോ? ഒരു 4 മണിയായി കാണും. എന്തായാലും കണ്ടിട്ട് നല്ല പശുവാ സാറേ. അതിന് എത്ര രൂപയായി? അപ്പൊ അതായിരുന്നു സംഭവം. സാറേ, വില പറഞ്ഞില്ല.
ഇന്ന് ഞാൻ വില പറയും. മോഹനിഷ്ഠിത കളി ഒപ്പിക്കാൻ നോക്കുന്നു. മോഹൻകാരി. ഓ ശ്ശെ. ഹലോ, ആ സദാശിവ, ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നേ. ആ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് സുഗുണ സാറിനെ കണ്ടപ്പോഴാണേ പുള്ളിക്കാരനാണെങ്കിൽ പരാതി. നീ സുഗുണ സാറിന് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല, അതെന്തോ തോന്നിയ ദിവസമായിട്ട് നീ കാണിച്ചത്. മോനൊരു സാറല്ലേ ഓടി വരുന്നത്. എടാ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. വച്ചോ. സാറേ, എന്ത് സാറേ പ്രശ്നം? സാറെന്താ ഇങ്ങനെ ഓടുന്നേ? ഓ, മനസ്സിലായി. വക്കീലിന്ന് സാറിന് വാങ്ങി വെച്ചിരിക്കുന്ന സമ്മാനം കാണാനുള്ള ആവേശത്തിൽ ഓടിയതായിരിക്കും അല്ലേ? സാറേ, ഓടിച്ചെന്നാലും നടന്നു ചെന്നാലും സമ്മാനം അവിടെ തന്നെ കാണുമല്ലോ. വക്കീല് പറഞ്ഞതുപോലെ ഞെട്ടാൻ തയ്യാറായിട്ട് തന്നെയാണ് സാറ് പോകുന്നത്. ഞെട്ടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ചിരിക്കും. ആര്? അവള് വാങ്ങി വെച്ച സമ്മാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് സാറേ? പശുവാ? അതെ ഉത്തമ. ഇന്നാളൊരു ദിവസം ഞാനും ബാബയുടെ പേരെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പശുവിനെ വാങ്ങി വളർത്തുന്നതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു പോയി. ഇന്നോട് വാങ്ങി വെച്ചേക്കുന്ന പശുവിനെ. അത് സാറങ്ങനെ അറിഞ്ഞു? ഒരു താമരാക്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. വലിയ ഓഫീസ് ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കാഞ്ചനയുടെ പശുവിനെ താമരാക്ഷന് വിറ്റു എന്ന്. ഓ, അപ്പോഴേ എനിക്ക് അപ്പോടെ തോന്നിയതാ. ഇപ്പോ വഴിയിൽ വെച്ച് വാസുകൊണ്ട് കണ്ടപ്പോ അവൻ പറഞ്ഞു, താമരാക്ഷൻ പശുവിനെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന്. ഭഗവാനേ, അപ്പൊ വക്കീല് പണി പറ്റിച്ചു. സാറേ, ഇത് വലിയ പുലിവാലാവും കേട്ടാ. പണ്ട് ഒരു പശുവിനെ വാങ്ങിച്ച കാര്യം സാറിന് ഓർമ്മയുണ്ടല്ലോ. അതല്ലേ ഞാൻ ഓടിപ്പോകുന്നത്. സാർ എന്തിനാണ് പശുവിനെ വാങ്ങുക എന്നുള്ളത് എന്റെ വലിയ സ്വപ്നം എന്നൊക്കെ വക്കീലിന്റെ അടുത്ത് പറഞ്ഞത്? അതല്ലേ വക്കീലും അത് വാങ്ങിയത്? സംസാരിച്ചപ്പോ വെറുതെ അങ്ങ് പറഞ്ഞു വരുത്തുമാ. എന്നെ തോപ്പിക്കാനായി അവൾ ആ അവസരം ഉപയോഗിച്ചു. അതിനോട് ഇനിയിപ്പോ പശുവിന് തീറ്റ കൊടുക്കണം, കുളിപ്പിക്കണം, പാല് കറക്കണം. അതൊക്കെ വലിയ പൊല്ലാപ്പാണ് സാറേ. സാറ് ശരിക്കും പെട്ടു. പശുവിനെ വിൽക്കാൻ പറ്റിയ ഒരാളെ ഉത്തമൻ ഇപ്പൊ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. ഇല്ലേ പ്രശ്നം? അല്ല, അതിപ്പോ വിൽക്കാൻ വക്കീൽ സമ്മതിക്കൂ? ഇക്കാര്യത്തിൽ എനിക്ക് അവളുടെ സമ്മതം വേണ്ട. പശുവിനെ വിൽക്കാൻ അവൾ സമ്മതിച്ചില്ലെങ്കിൽ എന്താ വേണ്ടത് എനിക്കറിയാം. ഉത്തമൻ പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. അല്ല സാറേ, കിട്ടിയില്ലെങ്കിലാ വക്കീൽ എന്തായാലും തകർത്തു. മോഹനയുടെ സാറിന് ജീവിതത്തിൽ ഇങ്ങനെ ഒരു പറ്റിയിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ പശുവിനെ വാങ്ങാൻ പറ്റുന്ന ഒരാളെ എവിടെ നിന്ന് കണ്ടുപിടിക്കും? പശു ഇവിടെ ഇന്നതിനെ അഴിച്ചു വിട്ടിട്ട് അല്ലെങ്കിൽ വേണ്ട, തോപ്പിക്കാൻ നോക്കുന്നു. കാണുന്നില്ല. പശുവിടെ എല്ലാം അറിഞ്ഞു. ഞാനൊരു തമാശ പറഞ്ഞത് ഗൗരവമാക്കി എന്നെ തോൽപ്പിക്കാൻ നീ കണ്ടുപിടിച്ച വഴിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു പശു വീട്ടിലുള്ളത് നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു പോയത് ശരി തന്നെയാണ്. പക്ഷേ നമ്മളെപ്പോലെ ജോലിയുള്ള രണ്ടുപേർ മാത്രമുള്ള ഒരു വീട്ടിൽ പശുവിനെ വളർത്തുക എന്ന് പറയുന്നത് വലിയ പാടാണെന്നുള്ള കാര്യം എനിക്കറിയാലോ. പശുവിന് തീറ്റ കൊടുക്കുന്ന ആരാണ്? പശുവിനെ കുളിപ്പിക്കുന്ന ആരാ? പശുവിനെ കറക്കുന്ന ആരാ? ഇതിനൊന്നും ആളില്ലാത്ത സ്ഥിതിക്ക് ഒരു പശുവിനെ വാങ്ങി ഇവിടെ കെട്ടി എന്നെ തോൽപ്പിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അത് നടക്കില്ല പാവൻ. പശുവിനെ വാങ്ങിക്കൊണ്ട് പോകാനുള്ള ആളെ ഉത്തമൻ ഏർപ്പാടായിക്കോളും. മര്യാദക്ക് അതിനെ പറ്റി പൈസ വാങ്ങിക്കൊള്ളാം. മനസ്സിലായല്ലോ? ഏത് പശുവിന്റെ കാര്യം മോനോട് പറയണേ? നിന്റെ വേഷങ്ങൾ എന്റെ അടുത്ത് നടക്കില്ല. ഏതോ ഒരു താമരാക്ഷനോട് നീ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടാണല്ലോ. എന്നെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന ഒരു സമ്മാനമാണ് താമരാക്ഷനെ കൊണ്ടുവരാൻ പോകുന്നതെന്ന് നീ അപ്പ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് വില്ലേജ് ഓഫീസ് ചെന്നപ്പോഴാണ് കാഞ്ചനയുടെ വീട്ടിലെ പശുവിനെ താമരാക്ഷന് വാങ്ങുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. വഴി വാസുകൂട്ടം കണ്ടപ്പോ താമരാക്ഷൻ പശുവിനെ കെട്ടിയെടുത്തു ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ അറിഞ്ഞു. എവിടെ പശു? എവിടെ പശു? പശു മോനേട്ടാ,
ആ പശുവിന്റെ കാര്യമാണ്. ആ പശുവിനെ കൂടെ താമരാക്ഷി ചേട്ടൻ ഇവിടെ വന്നു. ആ പശുവിനെ കൂടെ താമരാക്ഷി ചേട്ടൻ പോവുകയും ചെയ്തു. പശുവിനെ വാങ്ങി എന്റെ എവിടുന്ന മോനട്ട പൈസ വാണ്ടണ്ട വാട്ടാണോ? എവിടെ കിട്ടി ഈ കഥയൊക്കെ? ചുമ്മാ ഓരോന്നങ്ങ് സങ്കല്പിച്ചുണ്ടാക്കി വെച്ചേക്കോ അല്ലേ? മോഹനേട്ടാ, ഞെട്ടിയാ? ഇത് പൊട്ടാസ് പൊട്ടിക്കുന്ന തോക്കാം. താമരാക്ഷൻ ചേട്ടൻ കൊണ്ടുതന്നതാ. എന്തിന്? കഴിഞ്ഞ ദിവസം മോഹനയുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അമ്പലപ്പറമ്പിലൂടെ ചിരിച്ച് കളിച്ച് കൂട്ടുകാരോട് നടന്ന കഥയല്ല? ഇന്നത്തെ കാലത്തെ ഉത്സവം പോലെ ഒന്നും അല്ലായിരുന്നു അന്ന്. അമ്പലത്തിന് ചുറ്റുമുള്ള പാടങ്ങൾ മുഴുവൻ കടകൾ. കടകളിൽ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാം കാണും. പാടത്തിന് നടുക്കുള്ള സ്റ്റേജിൽ എപ്പോഴും കലാപരിപാടികൾ, നാടകം, കഥകളി, ഓട്ടൻതുള്ളൽ, അങ്ങനെ അങ്ങനെ. അമ്പലപ്പറമ്പിലെ കടയിൽ കളിത്തോക്ക് കിട്ടുമായിരുന്നു. പൊട്ടാസ് വാങ്ങി ആ തോക്കിനകത്ത് വെച്ച് പൊട്ടിക്കും. സിനിമയിൽ മാത്രമല്ലേ തോക്ക് കണ്ടിട്ടുള്ളൂ. സിനിമയിലെ നായകന്മാരെ പോലെ തോക്കുമായിട്ട് ഇങ്ങനെ നടക്കാൻ എന്ത് രസമായിരുന്നു. ഇപ്പൊ അതിനേക്കാളൊക്കെ വലിയ യന്ത്രത്തോക്കുകളല്ലേ കുട്ടികൾക്ക് കളിക്കാൻ പോലും കിട്ടുന്നത്. ഈ പൊട്ടാസം സാധനം ഇപ്പൊ ഉണ്ടോന്ന് ഒരു സംശയ അല്ലേ? എന്റെ മുഖത്തെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നീ എത്ര കളിയാക്കിയാലും എനിക്ക് ആ പഴയ കാലം മറക്കാനേ പറ്റില്ല. എന്ത് രസമായിരുന്നു. അന്നേ ഞാൻ തീരുമാനിച്ചതാ, മോഹനേട്ടനൊരു തോക്കും ഈ താമരാക്ഷൻ ചേട്ടന്റെ അളിയൻ അമ്പലപ്പറമ്പ് ഉത്സവങ്ങളില് കടകളൊക്കെ കെട്ടി കച്ചവടം ചെയ്യുന്ന ആളാ. അതുകൊണ്ട് താമരാക്ഷൻ ചേട്ടനോട് പറഞ്ഞ് ഒരു തോക്ക് ഞാൻ സംഘടിപ്പിച്ചു. അത് കിട്ടിയപ്പോ ചേട്ടൻ വിളിച്ചു. അത്രേ ഉള്ളു കാര്യം. കൊള്ളാലേ? മോഹനേട്ടൻ ഞെട്ടൂന്ന് ഞാൻ രാവിലെ പറഞ്ഞപ്പോ ഇങ്ങനെ ഞെട്ടി വിറയ്ക്കൊന്നും ഞാൻ കരുതിയില്ല. പെട്ടെന്ന് നോക്കാതെ ആരാലും ഞെട്ടിപ്പോവും. എന്നാ നോക്കി, പണ്ട് അമ്പലപ്പറമ്പിലൂടെ ചിരിച്ചു കളിച്ച് നടന്ന സന്തോഷം ഇപ്പൊ കിട്ടും നോക്കാലോ. അയ്യോ പൊട്ടുന്നില്ല. അയ്യോ ഞാൻ പേടിച്ച്. അല്ല മോനേട്ടാ, ഈ പശുവില്ലേ, അതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലോ. അതെന്താ സംഭവം? അതൊന്നുമില്ല. ഇനി അതിനെപ്പറ്റി പറഞ്ഞായിരുന്നില്ലല്ലോ. മോഹനകൃഷ്ണൻ ഞെട്ടും എന്ന സത്യഭാമയുടെ പ്രവചനം 100% സത്യമായി. വില്ലേജ് ഓഫീസറുടെ ആശങ്കകളും വക്കീലിന്റെ വാശിയുമെല്ലാം തീർന്ന നിലയ്ക്ക് ഇനി ആകെ ബാക്കിയുള്ളത് പശുവിനെ ചുറ്റിപ്പറ്റിയുള്ള സത്യഭാമയുടെ സംശയമാണ്. അതൊരു സംശയമായി തന്നെ ഇരിക്കട്ടെ എന്ന് ഉപദേശിച്ച് ഇന്നത്തേക്ക് വിടാം.